ഈശോയിൽ സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, ക്രിസ്മസ് ധ്യാന ചിന്തകൾ 3-ാം ദിവസം. ഇന്ന് നാം ധ്യാനിക്കുന്ന വിഷയം യേശു ക്രിസ്തു എല്ലാവരുടെയും രക്ഷകനാണ്. ഈശോ ഈ ലോകത്തിലേക്ക് വന്നത് കുറച്ചുപേരെ രക്ഷിക്കാൻ വേണ്ടിയല്ല, മറിച്ച് എല്ലാവരെയും രക്ഷിക്കാൻ വേണ്ടിയാണ്. ഈശോ എല്ലാവരുടെയും രക്ഷകനാണ്. ഈശോയുടെ ജനനത്തിൻ്റെ സന്ദർഭത്തിൽ ലൂക്കായുടെ സുവിശേഷം 2-ാം അധ്യായം 10-ാമത്തെ വചനത്തിൽ ദേവദൂതൻ നാട്ടിൻപുരന്മാരോട് പറഞ്ഞു, സകല മാനവർക്കും സന്തോഷം നൽകുന്ന രക്ഷയുടെ സദ്വാർത്ത ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. ഇന്ന് നിങ്ങൾക്കായി ഒരു രക്ഷകൻ ജനിച്ചിരിക്കുന്നു, അവനാണ് യേശു ക്രിസ്തു. അപ്പോൾ ഇതിൽ നിന്നും വളരെ വ്യക്തമാണ്, എല്ലാ മനുഷ്യർക്കും രക്ഷ നൽകാൻ വേണ്ടിയാണ് ഈശോ ജനിച്ചിരിക്കുന്നത്. ഏത് മതത്തിൽപ്പെട്ടവർക്കും, ഏത് വിഭാഗത്തിൽപ്പെട്ടവർക്കും, ഏത് ഭാഷ സംസാരിക്കുന്നവർക്കും ഈശോയുടെ അടുത്തേക്ക് പോകാം, ഈശോയുടെ അനുഗ്രഹം പ്രാപിക്കാം. കാരണം ഈശോ എല്ലാവരുടെയും രക്ഷകനാണ്. വിശുദ്ധ പൗലോസ് ശ്ലീഹ തിമോത്തിക്ക് എഴുതിയ 1-ാം ലേഖനം 2-ാം അധ്യായം 4-ാമത്തെ വചനത്തിൽ നാം വായിക്കുന്നു, എല്ലാവരും രക്ഷിക്കപ്പെടണമെന്നും സത്യം അറിയണമെന്നുമാണ് ദൈവത്തിൻ്റെ ആഗ്രഹം. എല്ലാ മനുഷ്യരെയും രക്ഷിക്കുവാൻ വേണ്ടിയുള്ള യേശുവിൻ്റെ ഈ ജനനത്തെക്കുറിച്ച് നാം ചിന്തിക്കുന്ന ഈ ദിവസങ്ങളിൽ ആ രക്ഷ നമുക്ക് ലഭിക്കാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അതോടൊപ്പം തന്നെ ഇനിയും ഈ രക്ഷയിലേക്ക് കടന്നു വരാത്തവർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഈ സദ്വാർത്ത കേൾക്കാത്തവരെ കേൾപ്പിക്കാൻ നമുക്ക് പരിശ്രമിക്കാം. ക്രിസ്മസിന് വേണ്ടി ഒരുങ്ങുമ്പോൾ നമ്മൾ മാത്രം ഈ സന്തോഷം അറിഞ്ഞാൽ പോരാ, മറ്റുള്ളവരും ഈ സന്തോഷം അറിയണം. അതുകൊണ്ട് ഈ രക്ഷയുടെ സദ്വാർത്ത മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്ന പരിശ്രമം കൂടി നടത്തിക്കൊണ്ട് ഈ ക്രിസ്മസിന് വേണ്ടി നമുക്ക് ഒരുങ്ങാം. സർവശക്തനായ ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.